ഇങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് ആരും പൈസ തരാനും പോകുന്നില്ല. ഓക്കെ, ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ പ്രൊഡക്റ്റ് ആണ്. കുങ്കുമാതി തൈലം നാൽപ്പാമരത്തിനെക്കാട്ടി നല്ലതാണോ? ഇത് യൂസ് ചെയ്ത ടാനും ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും ഒക്കെ കുറയോ? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുങ്കുമാതി തൈലം ചാലഞ്ച് കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ഒരു 7 ഡേ ചാലഞ്ച് ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഒരു 5 ഡേ ഒക്കെ ആയിട്ടുണ്ട്. ആൻഡ് യൂട്യൂബിൽ ഇപ്പോൾ 4th ഡേയിലേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 1 ഡേ ഡിലേ ആണ് യൂട്യൂബിൽ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂട്യൂബ് ഷോർട്ടായിട്ട് ഞാൻ റീലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരുപാട് പേര് DM ആയിട്ടും മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്ടിലും കമന്റ് സെക്ഷനിൽ കുറേ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ക്ലാരിഫൈ ചെയ്യാമെന്ന് മാത്രമാണ്. ഞാൻ ചാലഞ്ചിന് ശേഷം അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ചൊരു ബേസിക് ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ കുങ്കുമാതി ഓയിൽ എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് മുതൽ A to Z കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. സോ നമുക്ക് അതിൽ ലേറ്റ് ആവാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ്. കോട്ടക്കലിന്റെ തന്നെ കുങ്കുമാതി തൈലമാണ് കേട്ടോ. ഇത് 10 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. കുഞ്ഞു സൈസിലാണ് ഈ ബോട്ടിൽ വരുന്നത്. ഞാൻ എന്തുകൊണ്ട് കോട്ടക്കലിന്റെ തന്നെ കുങ്കുമാതി തൈലം ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ള ആയുർവേദിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോട്ടക്കലിന്റെ നാൽപ്പാമരതി തൈലമാണ്. വേറെ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സോ ഞാൻ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നുകയും ചെയ്തു. സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വിചാരിച്ചു, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ചൂസ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഒന്ന് ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് തപ്പി നോക്കിയപ്പോഴാണ് ഈ കോട്ടക്കലിന്റെ തന്നെ കുങ്കുമാതി തൈലം കാണുന്നത്. കോട്ടക്കലിന്റെ മാത്രമല്ല, ബാക്കി ഒരുപാട് ബ്രാൻഡുകളുടെ കുങ്കുമാതി തൈലം കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അറിയില്ലായിരുന്നു ഏതാ ചൂസ് ചെയ്യേണ്ടിയെന്ന്. അങ്ങനെ എനിക്ക് ആകെ പരിചയമുള്ള ബ്രാൻഡ് ഇതായതുകൊണ്ട് ഇവരുടെ വാങ്ങിയതേ ഉള്ളൂ. കാശ് കൊടുത്ത് വാങ്ങിയ പ്രൊഡക്റ്റ് ആണ്. അല്ലാതെ ഒരു പ്രൊമോഷനും ഒരു കാര്യമില്ല കേട്ടോ. ഇതൊന്നും എനിക്ക് കിട്ടണ പോണ സാധനമൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് ആരും പൈസ തരാനും പോകുന്നില്ല. ഓക്കെ, ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ പ്രൊഡക്റ്റ് ആണ്. അതാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ 10 ml പ്രൊഡക്റ്റിന് ഓൾമോസ്റ്റ് ഒരു 400 സംതിങ് രൂപയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള സമയത്ത് 400 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഇതിന്റെ റേറ്റ് 470 സംതിങ് വരുന്നുണ്ട്. ഇതിൽ പ്രൈസ് ഇവർ കൊടുത്തിട്ടുള്ളത് 505 കേട്ടോ. ഇതിൽ പ്രൈസ് കൊടുത്തിട്ട്, പക്ഷെ അത്രയൊന്നും ആവില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിലാണ് 505 കൊടുക്കേണ്ടി വരുള്ളൂ. അല്ലാതെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ 470 ഇത് അവൈലബിൾ ആണ്. ഓക്കെ, എന്തിനാണ് ഈ കുങ്കുമാതി തൈലം യൂസ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിന്റെ കീ ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. ആദ്യം തന്നെ എന്തിനാണ് ഇത് വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മെയിൻ ഫോക്കസ് തന്നെ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആന്റി ഏജിങ്, ഫൈൻ ലൈൻസ്, അതുപോലെ റിങ്കിൾസ് ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. നാലാമത്തെ കാര്യം നല്ലപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും 4 മെയിൻ ഫോക്കസ് ആണ് ഇതിൽ വരുന്നത്. ഈ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും എല്ലാവരും പറയുന്ന മെയിൻ കാര്യങ്ങൾ ഇത് 4 മാത്രമാണ്. ഇനി ഇതിലെ മെയിൻ കീ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുങ്കുമാതി എന്ന് പറയുമ്പോൾ തന്നെ സാഫ്രോൺ ആണ് ഇതിലെ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് സാഫ്രോൺ മാത്രമല്ല, അതിൽ കുറച്ച് ഹെർബ്സും ഓയിലും എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടാണ് കുങ്കുമാതി തൈലം വരുന്നത്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഏത് ഹെർബ്സ് ആണ് ഓയിൽ എന്ന് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കവറിലോ ഈ ഒരു ബോട്ടിലോ ഇവർ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാഫ്രോണും അതുപോലെ കുറച്ച് ആയുർവേദിക് ഓയിലും ഹെർബ്സും, പിന്നെ ബേസ് ഓയിലായിട്ട് യൂസ് ചെയ്യാറുള്ളത് സെസമി ഓയിലാണ്. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇനി ഒരു ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഈ ഒരു സെഗ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എനിക്ക് അത് അറിയില്ലായിരുന്നു എങ്ങനെയാണ് കുങ്കുമാതി യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നോർമൽ ഓയിൽ യൂസ് ചെയ്യുന്ന പോലെയല്ല കുങ്കുമാതി യൂസ് ചെയ്യേണ്ടത്. കുങ്കുമാതി നമ്മളിപ്പോൾ നാൽപ്പാമരതൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഓയിൽ ഇട്ട് ഫേസ് ഒന്ന് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കളയുക. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലാണ് നമ്മൾ നാൽപ്പാമരാതി ഈവനിങ് ടൈമിലൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് കുറച്ചും കൂടി ആ ഇൻഗ്രീഡിയൻസ് കുറച്ചും കൂടി ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് അത് റിയാക്ട് ചെയ്യാം. അതേപോലെ തന്നെയാണ് കുങ്കുമാതി എന്ന് പറയുന്നത് നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ടത് നാൽപ്പാമരാതി പോലെയല്ല. മറിച്ച് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നല്ലപോലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് ഒരു 2-3 ഡ്രോപ്സ് എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാജ് പെട്ടെന്ന് ഇത് ബ്ലെൻഡായി മസാജ് ചെയ്ത് മിക്സായി പൊക്കോളും, അബ്സോർബായി പൊക്കോളും. അല്ലാതെ ഈ കുങ്കുമാതി യൂസ് ചെയ്തൊന്നും ഒരു സംഭവം നമ്മുടെ ഫേസിൽ അറിയില്ല. ഇതിന്റെ ഓയിലിന്റെ സ്മെല്ലാണെങ്കിലും നല്ലൊരു ട്രഡീഷണൽ സ്മെല്ലാണ് ഈ ഒരു ഓയിലിന് കേട്ടോ. എങ്ങനെയാ സ്മെല്ല് പറഞ്ഞിട്ട് എനിക്കറിയാം, പക്ഷെ ഒരു നല്ലൊരു സ്മെല്ലാണ്. എന്നാൽ സ്ട്രോങ് സ്മെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോങ് സ്മെല്ലായിട്ടാണ് തോന്നുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ സ്മെല്ലൊന്ന് പരിചയപ്പെട്ട് വരും. അപ്പോൾ പിന്നെ അത് ഓക്കെ ആണ്. ആദ്യം യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു സ്മെല്ല് എന്താ ഇങ്ങനെയെന്ന് തോന്നിപ്പോവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആണ് കേട്ടോ.
ഇനി അത് മിക്സ് ചെയ്ത് നമ്മൾ ഫുൾ ഫേസിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യണോ, പിന്നെ എന്തെങ്കിലും വേറെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണോ, ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യമില്ല. ഫേസ് വാഷ് ചെയ്യുന്നു, ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കംപ്ലീറ്റ്. ജസ്റ്റ് ഒരു 1 സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഇതിന്റെ ആവശ്യം വരുന്നുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യാം, ലിപ്സ് ട്രൈ ആവുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്തായാലും ലിപ് ബാം യൂസ് ചെയ്യാം കേട്ടോ. വേറെ ഒരു പ്രോഡക്റ്റും ഇതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്, യൂസ് ചെയ്യേണ്ടതെന്നല്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് മറ്റ് സൈഡ് എഫക്റ്റിന് കാരണമായേക്കാം. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരാതിരിക്കാം ചില കേസുകളിൽ. ചില സമയത്ത് നമുക്ക് വേറെ വല്ല സൈഡ് എഫക്റ്റും അത് കാരണം വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിലിന്റെ കൂടെ ഒരിക്കലും മറ്റേത് പ്രോഡക്റ്റും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. നൈറ്റ് മാത്രമാണ് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് രാത്രി ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നല്ല രീതിയിൽ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതായത് ഒരു ഫേസ് വാഷ്, അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഇതാണ് മസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺബ്ലോക്ക്, അതും SPF 50 PA3+ മേലെ വരുന്ന നല്ലൊരു സൺബ്ലോക്ക് അല്ലെങ്കിൽ സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ, ഇത് യൂസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇനി ഈ ഒരു ഓയിൽ ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡള്ളാണോ, പിഗ്മെന്റഡ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് നല്ലപോലെ ഒരു ഹെൽത്തി ഗ്ലോ കിട്ടണം, ഈ ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റി നല്ലൊരു ഹെൽത്തി ഗ്ലോ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ടാനിനൊന്നും ഈ പ്രൊഡക്റ്റ് പറ്റില്ല, ടാൻ ഒന്നും പോവില്ല ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതിന് വേണ്ടത് നാൽപ്പാമരാതിയാണ്. അല്ലാതെ ഈ പറഞ്ഞ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനി സ്കിന്ന് ബ്രൈറ്റൻ ആവുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വരയ്ക്കും എനിക്ക് ഫീൽ ചെയ്തത് ഓൾമോസ്റ്റ് ഇന്നലെ യൂസ് ചെയ്ത് ഇന്നാണ് എനിക്ക് ചെറുതായിട്ടെങ്കിലും സ്കിന്നൊന്നും ബ്രൈറ്റൻ ആവുന്നുണ്ട് എന്ന് തോന്നി തുടങ്ങിയിട്ടുള്ളൂ. അല്ലാതെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താലാണ് നമുക്കിത് ശരിക്കും ബ്രൈറ്റൻ ആവുമോ, അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് പോസിബിൾ ആവുമോ, അല്ലെങ്കിൽ സ്കിൻ ടോണിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവോ എന്നൊക്കെ അറിയുള്ളൂ. കാരണം കുങ്കുമാതി എന്ന് പറയുന്നത് സാഫ്രോൺ ആണ് കീ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആവുന്നതാണ് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തതിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് ബ്രൈറ്റൻ ആവുമോ എന്നുള്ളത്. ഇപ്പോൾ വരെയും പറയാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ബ്രൈറ്റനിങ് എഫക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് കാണാം. അല്ലാതെ ഈ 4 കാര്യങ്ങൾ, ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ഇപ്പോൾ സ്കിന്നൊന്ന് ക്ലിയർ ആക്കുന്നത്, അല്ലെങ്കിൽ സ്കിന്നിൽ ആ ഒരു ഹെൽത്തി ഗ്ലോ കൊണ്ടുവരാനായിട്ട്, ഡൾനെസ് മാറ്റാനായിട്ട്, പിഗ്മെന്റേഷൻ ആൻഡ് ഡാർക്ക് സ്പോട്ട്സിന്റെ കാര്യത്തിൽ ഡാർക്ക് സ്പോട്ട്സ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് അതും കണ്ടിന്യൂ ചെയ്തിട്ട് നോക്കാം. ഡാർക്ക് സ്പോട്ട്സ് ശരിക്കും കുറയുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് സ്റ്റബേൺ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, 2-3 എണ്ണമൊക്കെ ഉണ്ട്. അപ്പം അത് നന്നായിട്ട് കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഇത് നല്ല പ്രൊഡക്റ്റാണ്. അതുപോലെ പിഗ്മെന്റേഷന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ടോ ഉള്ളത്. പക്ഷെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണെങ്കിൽ ഇവിടെയൊക്കെ ഡിഫറെന്റ് കളർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ ആണത്. അപ്പം അങ്ങനത്തെ അൺഈവൻ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് ഇതെന്തായാലും വർക്കാം. സ്കിൻ ടൈപ്പ്, അതായത് നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ വിശ്വസിച്ച് യൂസ് ചെയ്യാം. കാരണം ബേസ് വരുന്നത് സെസമി ഓയിലാണ്, കോക്കനട്ട് ഓയിൽ അല്ല. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി അങ്ങനെയുള്ള സ്കിൻ ടൈപ്പുകാർക്ക് ഇറിറ്റേഷൻസ് കോസ് ചെയ്യില്ല. എന്നാലും പാച്ച് ടെസ്റ്റ് ചെയ്തേക്കാം. ഇനി ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തേക്കാം. ആക്നി പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും സെറ്റ് ആവില്ല. ഇപ്പൊ എന്റെ സ്കിൻ കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് ആണ് എന്ന് കരുതിയിട്ട് എനിക്ക് സെറ്റ് ആവുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മതി. ബെനിഫിറ്റ് ഇല്ലെങ്കിലും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ ഡെയിലി നൈറ്റ് ആണ് ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് സ്കിന്നിൽ യാതൊരുവിധ ഓയിൽനെസ്സോ അല്ലെങ്കിൽ ആക്നി ബ്രേക്ക്ഔട്ട് അങ്ങനത്തെ വിധ യാതൊരു സൈഡ് എഫക്റ്റും വരുന്നില്ല കേട്ടോ. കാരണം ഇതൊരു ഓയിലി പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പം നൈറ്റ് യൂസ് ചെയ്തിട്ട് വേറെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ഓഫ് കൂടി ചെയ്യുന്നില്ല. അതിനുശേഷമാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ എങ്ങനെ ഒരുപാട് ഓയിൽനെസ് ഉണ്ടാവുമെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ യാതൊരു ഓയിൽനെസ്സും ഇല്ല. എപ്പോഴും നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേമാതിരി തന്നെയാണ്. അല്ലാതെ വലിയൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ ദോ എൻ്റെ സ്കിൻ കുറച്ച് കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് ആണെങ്കിൽ കൂടി എനിക്കിത് യൂസ് ചെയ്തിട്ട് അങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ. അതുകൊണ്ട് തന്നെ സ്കിൻ കുറച്ചും കൂടി ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്, നല്ലപോലെ ഗ്ലോ ഉണ്ട്. അതേപോലെ സ്കിൻ ഒന്ന് ഒരു ഡൾനെസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സ്കിൻ ബ്രൈറ്റൻ ആയോ, ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ പിഗ്മെന്റേഷനിൽ നമുക്ക് ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ ടൈം എടുക്കും. ഡാർക്ക് സ്പോട്ട്സിന്റെ കാര്യത്തിൽ സ്റ്റബേൺ ഡാർക്ക് സ്പോട്ട്, അതായത് ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും പെട്ടെന്ന് തന്നെ അങ്ങനെ ഫെയ്ഡായി പോകുന്നില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ള ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, അതായത് അധികം കളർ ഡാർക്ക് അല്ലാത്തത്, അതെല്ലാം ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. സോ ഡാർക്ക് സ്പോട്ട്സിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി വിശ്വസിക്കാം എന്നാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ആൻഡ് പിഗ്മെന്റേഷന്റെ കാര്യത്തിൽ നമുക്ക് ഡാർക്ക് സ്പോട്ടിൽ ചേഞ്ച് വന്നാൽ തന്നെ പിഗ്മെന്റേഷനിലും സ്ലോലി ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡള്ളാണ്, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഇത്രയൊക്കെയാണ് ഇതുവരെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പറയാനായിട്ട്. ഇനി ഈ ഒരു ചാലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 days കൊണ്ട് നമുക്ക് ഒരിക്കലും
നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കാണാനായിട്ടോ അല്ലെങ്കിൽ പറയാനായിട്ടോ കഴിയില്ല. അത് നമുക്ക് കുറച്ചും കൂടി ദിവസം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും 7 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഒരു ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. എനിക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. കാരണം എന്നാലാണ് ഇതിൻ്റെ ഒരു കറക്റ്റുള്ള റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയി തോന്നിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.